ഫോക്സ്വാഗൻ ഗോൾഫിന്റെ സെക്കൻഡ് ജനറേഷൻ ആയിരുന്നു MK2 അഥവാ മാർക്ക് 2. 1984 ഫോക്സ്വാഗൻ ആദ്യമായി MK2 പുറത്തിറക്കിയത്. കാഴ്ചയിൽ ഫസ്റ്റ് ജനറേഷൻ മാർക്ക് 1 പോലെയാണ് ഇരിക്കുന്നതെങ്കിലും ഇതിന്റെ വീൽ ബേസ്, എക്സ്റ്റീരിയർ, ഇന്റീരിയർ എന്നിവയിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. 1 ലിറ്റർ, 1.3 ലിറ്റർ, 1.6 ലിറ്റർ, 1.8 ലിറ്റർ, 1.6 ലിറ്റർ ഡീസൽ എന്നിങ്ങനെ വേരിയൻസിൽ വന്നിരുന്ന വണ്ടി ഓട്ടോമാറ്റിക് മാനുവൽ ട്രാൻസ്മിഷൻസിൽ ലഭ്യമായിരുന്നു. മാത്രമല്ല വണ്ടിക്ക് 3 ഡോർ 5 ഡോർ വേരിയൻസും ഉണ്ടായിരുന്നു. ഇതിൽ 1 ലിറ്റർ, 1.3 ലിറ്റർ, 1.6 ലിറ്റർ, 1.6 ലിറ്റർ ഡീസൽ വന്നിരുന്ന വണ്ടികൾക്ക് ഏകദേശം 45 തൊട്ട് 80 PS വരെയായിരുന്നു പവർ വന്നിരുന്നത്. 74 തൊട്ട് 140 Nm വരെയായിരുന്നു മാക്സിമം ടോർക്ക് വന്നിരുന്നത്. 0 to 100 ഈ വണ്ടികൾക്ക് 14.5 തൊട്ട് 16.5 സെക്കൻഡ് വരെ വരുന്ന സമയങ്ങൾക്കിടയിൽ ചെയ്യാൻ കഴിയുമായിരുന്നു. ആൻഡ് ഈ വണ്ടികളുടെ ടോപ്പ് സ്പീഡ് വന്നിരുന്നത് 155 തൊട്ട് 165 km/h ഇടയിലായിരുന്നു. ഇതുകൂടാതെ MK2 ബേസ് ചെയ്ത് 1.8 ലിറ്റർ GTA വേരിയൻസും വന്നിരുന്നു. ഇവയ്ക്ക് ഏകദേശം 90 തൊട്ട് 139 PS വരെ മാക്സിമം പവർ ഉണ്ടായിരുന്നു. 145 Nm തൊട്ട് 168 Nm വരെയായിരുന്നു GTA വേരിയൻസിന്റെ മാക്സിമം ടോർക്ക് വന്നിരുന്നത്. 220 km/h ആയിരുന്നു GTAയുടെ ടോപ്പ് സ്പീഡ് ഉണ്ടായിരുന്നത്. 0 to 100 GTA വേരിയൻസിന് വെറും 8 സെക്കൻഡ്സിൽ ചെയ്യാൻ കഴിയുമായിരുന്നു. അതുകഴിഞ്ഞ് 1985 അവർ MK2 ബേസ് ചെയ്ത് ഒരു 4 വീൽ ഡ്രൈവ് മോഡൽ പുറത്തിറക്കിയിരുന്നു. ഇതിന് തൊട്ടു മുമ്പ് 1984 ഇതേ MK2 തന്നെ ബേസ് ചെയ്ത് അവർ സെക്കൻഡ് ജനറേഷൻ ജെറ്റയും അവതരിപ്പിച്ചിരുന്നു. അങ്ങനെ പിന്നീട് കുറച്ച് മോഡൽസ് അവർ ഈ MK2 തന്നെ ബേസ് ചെയ്ത് പുറത്തിറക്കിയിരുന്നു. Like, share and subscribe to the channel for more updates regarding the vehicles. Till then, bye.